സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവരെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസ ധൈര്യപ്പെട്ട തൃപ്പാദങ്ങൾ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദേവരം കേട്ടലേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ജന്മ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴുവാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട വഴിഞ്ഞ് നിന്റെ പറ്റിയ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ല തലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു, ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദന ഏകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയെ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും
മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ല തലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു, ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീ എന്നാശ്രയം. തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വചനം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഇപ്പോൾ ഓൺലൈനായി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അങ്ങാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരെയും പരിധിയില്ലാതെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും ഞങ്ങൾ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുമായി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മശക്തിയും കൃപയും അവരിലേക്ക് ചൊരിയണമേ. എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സ് ആയിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കുവാനും ഞങ്ങൾക്ക് സന്ദേശം നൽകുവാനും മിശിഹായുടെ രക്ഷാധികാരിയുമായ ജോയി ആലപ്പാട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ശക്തിപ്പെടുത്തുകയും അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. നമ്മുടെ ആനിമേറ്റർ ആയിരിക്കുന്ന അഗസ്റ്റ്യൻ മുണ്ടിയത്തച്ഛന് വേണ്ടിയും സേവ്യർ മാന്ത്ര അച്ഛന് വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ നേതൃനിരയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണതയോടെ നിറവേറ്റാൻ അവരെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ 13ാമത്തെ ബാച്ചിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരെയും വലിയ അഭിഷേകത്താൽ നിറച്ച് അങ്ങയുടെ സാക്ഷികളും പ്രഘോഷകരുമായി ഉയർത്തണമേ. സൂം സംവിധാനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം അവിടുന്ന് ക്രമീകരിക്കണമേ. തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം ഭംഗിയായി നടക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. മിശിഹായുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും സഹകാരികളും പങ്കാളികളുമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരെയും, ഈ ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളാണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിറിൽ സിറിയക്. USA ഡാലസ് എന്ന സിറ്റിയിൽ കുടുംബത്തോടൊപ്പം ദൈവകൃപയാൽ ജീവിക്കുന്നു. മിസിയോ പ്രിലിംസിന്റെ 13ാമത്തെ ബാച്ച് 12ാം സബ് ഗ്രൂപ്പിൽ മെന്ററായി ശുശ്രൂഷ ചെയ്യുന്നു. 13ാമത് ബാച്ചിലെ 2ാമത്തെ സെഷനിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച തോമസ് ഏട്ടനും ജെസി ചേച്ചിക്കും മിസിയോ കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഭക്തി നിർഭരമായ പ്രാരംഭ ഗാനത്താലും പ്രാരംഭ പ്രാർത്ഥനയും വഴി ദൈവസ്നേഹത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു തന്ന ജോസി ഏട്ടനും ആനി ചേച്ചിക്കും ദൈവനാമത്തിൽ സ്തുതി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം സുവിശേഷം 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്നും നാം അറിയുന്നു. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതി. ആദ്യത്തെ നിത്യസത്യമായ ദൈവസ്നേഹത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാൻ നമ്മെ ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിസിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ സ്വന്തം
അഭിമന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഈ സെഷനിലോട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ കാറ്റക്കിസം കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന തോമസ് മേൽവട്ടത്തച്ഛനെയും ഈ സെഷനിലോട്ട് ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയ കുടുംബത്തിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾക്ക് ആശീർവാദം നൽകുന്ന സ്നേഹബഹുമാന സേവ്യർ മാന്ത്ര അച്ഛനെയും ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മിസ്സിയ കുടുംബത്തിന്റെ സാരഥിയും നമ്മുടെ എല്ലാമായ പ്രൊഫസർ CC ആലിസൂട്ടി ആൻറ്റിയെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ കോഴ്സിന്റെ നെടുന്തൂണുകളായ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും വെൽവിഷേഴ്സിനെയും മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മയെയും ഓരോരുത്തരെയും സസ്നേഹം ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരും യൂട്യൂബിൽ ഇത് ഇനി കേൾക്കാനിരിക്കുന്നവരുമായ ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഒരുപറ്റം സുവിശേഷ പ്രഘോഷകരായ നിങ്ങളെ ഓരോരുത്തരെയും മിസ്സിയ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ഈ കൂട്ടായ്മയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വചന പ്രഘോഷണത്തിനായി USA സീനിയർ മെൻറ്ററായി പ്രവർത്തിക്കുന്ന ജെസ്സി മാത്യു, ജസ് ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ദൈവപിതാവിനാൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം വാത്സല്യം നിറഞ്ഞതും കരുണ നിറഞ്ഞതും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമായ സ്നേഹമാണ് ദൈവപിതാവിന്റെ സ്നേഹം. ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളില്ലാതെ, നമ്മുടെ മുഖം നോക്കാതെ, നമ്മുടെ പാപങ്ങൾ കണക്കിലെടുക്കാതെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നു. ക്ലേശത്തിന്റെ നടുവിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും പണദാരിദ്ര്യത്തിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവപിതാവാണ് നമ്മുടെ പിതാവ്. ദൈവപിതാവിന്റെ ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് നമ്മളിൽ അനുദിനം നിറഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവസ്നേഹമായി ദൈവ കുടുംബമായി ജീവിക്കുവാൻ അവിടുന്ന് നമ്മളെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുകയും ഏദൻ തോട്ടം അഥവാ പർദീസയിൽ സർവ്വ സ്വാതന്ത്ര്യവും നമുക്ക് നൽകിക്കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിത്തിലെ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മേൽ അധികാരം നൽകിക്കൊണ്ട് നമ്മളെ പർദീസയിലാക്കി ഒപ്പമായിരിക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുകയും സർവ്വ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ നിരുപയോഗം ചെയ്തുകൊണ്ട് പാപത്തിൽ വീണു. പാപത്തിൽ വീണ നമ്മൾ നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി ഫലം ഭക്ഷിച്ച് നിത്യ അമർത്യത പുൽകി നിത്യനാശത്തിൽ വീഴാതിരിക്കാൻ സ്നേഹം തന്നെയായ പിതാവ് നമ്മളെ പർദീസയിൽ നിന്നും പുറത്താക്കി. അത് ദൈവപിതാവിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. വാത്സല്യമുള്ളവരെ, പിന്നീട് അവിടുന്ന് നമ്മളെ പിന്തുടർന്ന് സഹായിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹവും കരുതലും കരുണയും നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം കാണുന്നു. അതിൽ ചില ഉദാഹരണങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജലപ്രളയത്തിൽ നിന്നും നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൽ അടച്ച് ദൈവം അവരെ സംരക്ഷിച്ചത് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. വിഗ്രഹത്തിന്റെ നാടായ ഊറിൽ നിന്നും അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ച് ഒരു കുടുംബമായും പിന്നീട് ഒരു ജനതയുമായി ഉയർത്തിയതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. സാറായിൽ നിന്നും ഓടിപ്പോകുന്ന ഹാഗാറിനെ ദൂതൻ തടഞ്ഞു നിർത്തി തിരിച്ചയക്കുന്നത് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമാണ്. പിന്നീട് അബ്രാഹം ഹാഗാറിനെ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ കുഞ്ഞിനോടൊപ്പം തോൾസഞ്ചിയിൽ വെള്ളവും മറ്റേ സഞ്ചിയിൽ അപ്പവുമായി ഇറക്കി വിടുമ്പോൾ തൻ്റെ സഞ്ചിയിലെ വെള്ളം തീർന്ന് കുഞ്ഞ് മരിച്ചേക്കുമെന്ന് ഭയന്ന് ഹാഗാർ കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ വെള്ളമായി മാറിയതും ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. 100-ാം വയസ്സിൽ അബ്രാഹത്തിന് വാഗ്ദത്ത പുത്രനെ നൽകി
ഇസഹാക്കിനെ ബലി കഴിക്കുന്നതിന് പകരം കുഞ്ഞാടിനെ നൽകിയും ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. സോദം ഗോമാറോ നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രാഹത്തിന്റെ കസിൻ ലോത്തിനെ രക്ഷിച്ചതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. ജോസഫിനെ തീച്ചൂളയിലൂടെ നടത്തി ഈജിപ്തിന്റെ അധിപതിയാക്കിയതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. മോശ എന്റെ ജീവൻ രക്ഷിച്ച് ഫറവോയുടെ വീട്ടിൽ തന്നെ വളർത്തിയത് ദൈവത്തിന്റെ എത്രയോ മനോഹരമായ സ്നേഹമാണ്. ഇസ്രായേൽ മക്കളെ മോശ വഴി ചെങ്കടൽ രണ്ടായി ഭാഗിച്ച് ഇക്കരെ എത്തിക്കുകയും മരുഭൂമിയിൽ ചൂടേറ്റ് തളർന്ന ഇസ്രായേൽ മക്കൾക്ക് തണലായി മേഘസ്തംഭമായും വിശന്നപ്പോൾ മഞ്ഞയും കാടപ്പക്ഷിയും കൊടുത്തും ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തും രാത്രിയിൽ ദീപസ്തംഭമായും അവരുടെ കൂടെ ആയിരുന്ന് അവരെ സ്നേഹിച്ച് അവരെ വഴി നടത്തിയതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. സാക്ഷിപേടകത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അവരുടെ കൂടെ ആയിരുന്ന് ജോഷുവയുടെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ എത്തിച്ചതും ദൈവപിതാവിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. ഗോലിയാത്തിനെ നേരിട്ട ദാവീദിന്റെ കവണിയിൽ ഒളിഞ്ഞിരുന്ന് സ്നേഹിച്ചതും ദൈവപിതാവായിരുന്നു. വീണുപോയ ദാവീദിനെ വീണ്ടെടുക്കുവാൻ നാമാൻ പ്രവാചകനായി എത്തിയതും ദൈവപിതാവ് തന്നെ. സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവപിതാവ്, സോളമന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവപിതാവ്, ദാനിയേലിന്റെ കൂട്ടുകാരെ തീച്ചുളയിൽ എറിഞ്ഞപ്പോൾ തീച്ചുളയുടെ മധ്യത്തിൽ ജലകണമായ കാറ്റായി വീശിയതും ദൈവത്തിന്റെ എത്രയോ മനോഹരമായ സ്നേഹമാണ്. പിന്നീട് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ സിംഹത്തിന്റെ വാ പൂട്ടിയും പാനീയവും ഭക്ഷണവും നൽകി ദാനിയേലിനെ സംരക്ഷിച്ചതും ദൈവപിതാവിന്റെ സ്നേഹമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പിന്നീട് അടങ്ങിയിരിക്കുവാൻ സാധിച്ചിട്ടില്ല. ദൈവം മനുഷ്യനെ പിന്തുടർന്ന് സഹായിക്കുന്ന സ്നേഹവും കരുണയും കരുതലും നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നു. ഈ ലോകത്തിൽ ദൈവത്തിന്റെ അപരിമേയ സ്നേഹം എനിക്ക് അതിന്റെ ആഴത്തിലും വ്യാപ്തിയിലും അനുഭവിക്കാൻ സാധിക്കുന്നു. മിസ്സിയോ പ്രിലിമിനറി കോഴ്സും റെസിഡൻഷ്യൽ കോഴ്സും കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുദിനം അനുഭവിക്കുവാനും അത് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാനും കൂടെ വസിക്കുന്നവർക്ക് അത് അനുഭവിക്കുവാനുമുള്ള ഒരു കൃപ എനിക്ക് കിട്ടി. നമുക്കുണ്ടാകുന്ന അനുദിനം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങൾ ദൈവപിതാവിന് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപയും കരുതലും കരുണയും ഒന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് എത്ര സ്നേഹമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു ഉദാഹരണം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2017 ജൂൺ മാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോൾ എൻ്റെ അമ്മച്ചി ബാത്റൂമിൽ പോയ വഴിക്കൊന്ന് വീഴുവാൻ ഇടയായി. വീണ അമ്മച്ചിയെ കോരിയെടുത്ത് ബിജു ആശുപത്രിയിൽ എത്തിപ്പിച്ചപ്പോൾ അമ്മച്ചിയുടെ ഹീമോഗ്ലോബിൻ 4 കുറഞ്ഞിരിക്കുന്നതും ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് ഉള്ളതുമായും കണ്ടു. എന്നാൽ അതറിഞ്ഞ ഉടനെ എനിക്ക് നാട്ടിൽ പോകുവാനും അമ്മച്ചിയെ ശുശ്രൂഷിക്കുവാനും പള്ളിയിൽ പോയി അമ്മച്ചിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛനോട് പറഞ്ഞ് അമ്മച്ചിക്ക് കുമ്പസാരിക്കുവാനും കുർബാന സ്വീകരിക്കുവാനും ലാസ്റ്റ് സാക്രമെന്റ് കൊടുക്കുവാനുമുള്ള അനുവാദം വാങ്ങുകയും അച്ഛൻ അത് കൊടുക്കുകയും ചെയ്തപ്പോൾ അമ്മച്ചിയുടെ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മച്ചി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുവാനും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് തന്നെത്താൻ
ബാലൻസ് ഇല്ലാതെ ഇരിക്കുവാൻ പോലും പറ്റാത്ത 91 വയസ്സായ അമ്മച്ചിക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ വാക്കുകൾ പിടിച്ച് നടന്ന് ഫ്രണ്ടിൽ അപ്പച്ചന്റെ അടുത്ത് വന്നിരിക്കുവാൻ മാത്രം അമ്മച്ചിയെ ആരോഗ്യവതിയാക്കി എൻ്റെ സ്നേഹപിതാവായ ദൈവം. പിന്നീട് 2018 അവസാനത്തോടെ അപ്പച്ചനും അമ്മച്ചിക്കും അമേരിക്കയിൽ വരുവാനും തൻ്റെ 2 കൊച്ചുമക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും കോവിഡിന്റെ രൂക്ഷ സമയത്ത് മക്കളോടൊപ്പമായിരിക്കാനുള്ള കൃപ ലഭിച്ചു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾ ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മക്കളായ ഞങ്ങൾ വിചാരിച്ചു വാർദ്ധക്യത്തിൽ അവര് മക്കളോട് ഒപ്പമായിരിക്കുവാനായിരിക്കും വന്നത് എന്ന്. എന്നാൽ കോവിഡിന്റെ രൂക്ഷത കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്നും ഞങ്ങളുടെ ആഗ്രഹം വീട്ടിൽ താമസിച്ച് മരിച്ച് ഇടവക പള്ളിയിൽ അടക്കണമെന്നുമാണെന്ന്. അതനുസരിച്ച് അവരെ വീട്ടിൽ കൊണ്ടാക്കുകയും തൻ്റെ 102-ാം വയസ്സിൽ അപ്പച്ചൻ ഈ ലോകവാസം വെടിഞ്ഞ് പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് മക്കളായ ഞങ്ങൾക്ക് മനസ്സിലായത് ദൈവപിതാവിന്റെ സ്നേഹവും കരുതലും കരുണയും എത്ര വലുതായിരുന്നുവെന്ന്. കോവിഡിന്റെ രൂക്ഷ സമയത്ത് മക്കളായ ഞങ്ങൾക്ക് മാതാപിതാക്കളെ കാണുവാൻ പോകാൻ സാധിക്കായകയാൽ അവിടുന്ന് പദ്ധതി ഒരുക്കിക്കൊണ്ട് അവരെ ഞങ്ങളുടെ അടുത്തായി ആക്കുകയായിരുന്നു. ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സ്നേഹങ്ങൾക്കെല്ലാം വ്യവസ്ഥകളുണ്ട്. എന്നാൽ യാതൊരു വ്യവസ്ഥയുമില്ലാത്ത ഒരേ ഒരു സ്നേഹം ദൈവത്തിൻ്റെതാണ്. പൂർണ്ണതയുള്ള സ്നേഹവും ദൈവത്തിൻ്റെതാണ്. പ്രവാചകന്മാരായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹത്തെപ്പറ്റി പഠിപ്പിച്ചത്. ഹോസിയ പ്രവാചകന്റെ കാലത്ത് കണ്ടു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ് ഏറ്റവും വലുതെന്ന്. ഹോസിയ പ്രവാചകൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല എന്ന്. എന്നാൽ ഏശയ്യാ പ്രവാചകന്റെ കണ്ട ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമായിരുന്നു. പ്രവാചകൻ നമ്മളോട് പറയുന്നു അപ്പനും അമ്മയും നിങ്ങളെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു ആടും ഇടയനും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന്. ആടുകൾ ഇടയന്റെ സ്വരം തിരിച്ചറിയുന്നു. ഇടയൻ ആടുകൾക്ക് വേണ്ടി മഞ്ഞുകൊള്ളുകയും മഴ നനയുകയും വന്യമൃഗങ്ങളിൽ നിന്ന് തൻ്റെ ജീവൻ വരെയും ബലികഴിച്ച് പോരാടി സ്വന്തം ആടുകളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ പറഞ്ഞു അതിലും വലിയ സ്നേഹമാണ് എൻ്റേതെന്ന്. നിനിവയിലേക്ക് യോനാൻ പ്രവാചകനെ ദൈവം അയച്ചപ്പോൾ യോനാ പ്രവാചകൻ താർഷിഷിലേക്ക് കപ്പൽ കയറുകയും കടലിന്റെ ശോഭിക്കുന്ന കടലിലേക്ക് യോനാ പ്രവാചകനെ എടുത്തെറിഞ്ഞപ്പോൾ തിമംഗലമായി വന്ന് രക്ഷിച്ചതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദൈവപിതാവിന്റെ ഏറ്റവും വലിയ സ്നേഹം ധൂർത്തപുത്രന്റെ ഉപമയിലൂടെയാണ്. ധൂർത്തപുത്രൻ തൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വരുന്ന മകനെ പിതാവ് ദൂരത്തിൽ നിന്ന് തന്നെ കാണുകയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പുതിയ വസ്ത്രവും പുതിയ ചെരുപ്പും മോതിരവും ധരിപ്പിച്ച് വീട്ടിലേക്ക് ആനയിച്ച് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹം എത്രയോ വലുതാണ്. ഫലദായകമല്ലാത്ത മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കി ഫലദായകമാക്കുന്നതും ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹമാണ്. ഓരോ ദിവസവും ദൈവസ്നേഹം വ്യത്യസ്തത നിറഞ്ഞതും പുത്തം പുതിയ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വരുമ്പോൾ നമ്മൾ ആ സ്നേഹം തിരിച്ചു പിടിക്കുവാനായിട്ട് എത്രയോ ശ്രമിക്കാറുണ്ട്. എന്നാൽ എത്ര വിഷമം കാണിച്ചാലും ചിലപ്പം നമ്മളെ ആരും മനസ്സിലാക്കുകയില്ല. എന്നാൽ നമുക്കായി നമ്മുടെ ദൈവം കാത്തിരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? കാത്തിരിക്കുന്ന ദൈവത്തിലേക്ക്
നമുക്ക് ഓരോരുത്തർക്കും മടങ്ങിയെത്താം. ദൈവം നമ്മളെ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ഈ സ്നേഹം നമ്മൾ ഓരോരുത്തരും നിരന്തരം അനുഭവിക്കണമെന്നും അത് നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകി മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവമക്കളായി ദൈവ കുടുംബമായി ഈ ലോകം പൊതുഭവനമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. പഴയ നിയമത്തിലൂടെയും പുതിയ നിയമവചനങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും എന്തിനേറെ പറയുന്നു, സ്വന്തം ജീവിതാനുഭവത്തിലൂടെയും ദൈവസ്നേഹത്തിന്റെ അനന്തത വരച്ചു കാണിച്ച അതിമനോഹരമായ സുവിശേഷ പ്രഘോഷണം ചെയ്ത ജെസി ചേച്ചിക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവസ്നേഹം സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മളുമായി പങ്കുവെക്കുന്നതിന് സിസ്റ്റർ മേഴ്സിനിയെ ഏറെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ദൈവമേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ എൻ്റെ കഴിഞ്ഞ നാളുകളും വർഷങ്ങളും എത്രമാത്രം ദൈവത്തോട് നന്ദി പറഞ്ഞാലും ദൈവമക്കൾക്ക് വേണ്ടി ജീവിച്ചാലും മതിയാകാത്ത വിധം ദൈവസ്നേഹത്തിലെ ആ കടലിൽ ഞാൻ മുങ്ങി നീന്തി തുടിക്കുകയാണെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല എന്ന് എനിക്കറിയാം. ഈ ഒരു 20 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തിയത്. ജെറമിയ പുസ്തകത്തിൽ 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, വിദൂരങ്ങളിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമെന്ന്. ഈ വചനത്തിന്റെ ആഴത്തിൽ തിരിച്ചറിയാനൊന്നും എനിക്ക് ഈ കോഴ്സ് കൂടുന്നതിന് മുമ്പ് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയും തോന്നുന്നില്ല. ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ തമ്പുരാൻ എന്നെ വളരെയധികം ഒരുക്കുന്നുണ്ടായിരുന്നു. ജനിച്ച നാൾ മുതൽ എന്നെ ദൈവം ഇതിനു വേണ്ടി ഒരുക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് ബോധ്യം വന്നതും മനസ്സിലായതുമൊക്കെ. ഈ കോഴ്സ് കൂടുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തെ പറ്റി പറഞ്ഞാൽ ചെറിയ സഹനം വരുമ്പോൾ തളർന്നു പോവുക, ദൈവത്തോട് പരാതി പറയുക, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അനുവദിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, ആരുടെയും ഒരാളുടെ പോലും നേരെ നോക്കി സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യമില്ലാതെ മാറിപ്പോകുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. പക്ഷെ ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു 10 ദിവസത്തെ കെരിഗ്മ കോഴ്സ് കൂടുവാനായിട്ട് ഇടവരുത്തി. അതിനു മുൻപ് 9 ആദ്യ വെള്ളിയാഴ്ച ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം, ഈ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. ഞാൻ കോഴ്സ് കൂടുന്നതിന് മുമ്പാണ് ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നത്. അങ്ങനെ 9 ആദ്യ വെള്ളിയാഴ്ച ഞാൻ ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചത്, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു, എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. വഴി അറിയില്ല, എങ്ങനെ കൊടുക്കണം എന്ന് അറിയില്ല. പക്ഷേ ഈ 9-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ പ്രൊവിൻഷ്യൽ എന്നെ വിളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അതിന് പോകണം, കോഴിക്കോട് നിന്ന് മൂവാറ്റുപുഴ വരെ പോകണം. പക്ഷെ എനിക്കിത് എന്ത് കോഴ്സാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും പ്രൊവിൻഷ്യൽ പറഞ്ഞതല്ലേ, പോയി കൂടാം എന്ന് വിചാരിച്ച് ഞാൻ മൂവാറ്റുപുഴ പോയി കോഴ്സ് കൂടുകയാണ്. 2 ദിവസത്തോ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, എന്തായി പറയുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ 3-ാമത്തെ ദിവസം രാവിലെ ആദ്യത്തെ ക്ലാസ്സിൽ എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, നീ എന്താ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇരിക്കുന്നത്, നീ ഇത്രയും കാലം ചോദിച്ച കാര്യമല്ലേ നിനക്ക് ഈ ദിവസങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇത് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയെന്ന്. അപ്പോൾ മുതൽ ഞാൻ ഈ ക്ലാസ് മുഴുവനായിട്ടും ശ്രദ്ധിക്കുകയും ഇത് എനിക്ക് വേണ്ടി തന്നെ ദൈവം ഒരുക്കിയ ഒരു ക്ലാസ്സുകളാണെന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. എന്നാലും അന്ന് എനിക്ക് ഇത്രയൊന്നും ആകുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു തീക്കട്ട ജ്വലിപ്പിച്ചു തുടങ്ങി എന്ന് ഞാൻ പോലും തിരിച്ചറിഞ്ഞില്ല.
ഈ 10 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുമ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് എനിക്ക് കോഴിക്കോട് പോരണം. അപ്പോൾ വെളുപ്പിന് 5:30യുടെ ബസ്സിന് പോരണം. കുറേ പേരുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞ് വെളുപ്പിന് പോരുന്നവർ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അവർക്കൊക്കെ അധികം ദൂരെ പോകണ്ട, അവർക്ക് ഈ സ്റ്റാൻഡിന്റെ പുറത്തുനിന്ന് ബസ് കിട്ടും. അപ്പൊ അതിലൊരു 1-2 ചേട്ടന്മാരൊക്കെ പറഞ്ഞു, സിസ്റ്റർ സ്റ്റാൻഡിന്റെ അകത്ത് ചെന്നാലേ കോഴിക്കോടിനൊരു ബസ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ സ്റ്റാൻഡിൽ ചെന്നു. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഡ്രൈവേഴ്സും കണ്ടക്ടർമാരും ഒക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുക, കോഴിക്കോട് ബസ് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, നീ അങ്ങോട്ട് നോക്കുന്നു. ഞാനപ്പൊ നോക്കി. ഉള്ളിൽ വന്നൊരു പ്രചോദനമായതുകൊണ്ട് ഞാനത് നോക്കി. നോക്കുമ്പോൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബെഞ്ചിൽ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ്. അപ്പോ ഈ ഭിക്ഷക്കാരൻ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്തോ എനിക്ക് ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലണം എന്നൊരു തോന്നൽ വരികയാണ്. അപ്പൊ ഞാൻ എന്തായാലും ഈ മനുഷ്യന്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒന്നും മിണ്ടുന്നില്ല. എന്നെ നോക്കി ദയനീയമായിട്ട്. പക്ഷെ പിന്നെ ചോദിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഈ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 2 ദിവസമായിട്ട് ആ സ്റ്റാൻഡിൽ പറ്റിക്കൂടി നടക്കുകയാണ്. പക്ഷെ എങ്ങനെ മരിക്കണം എന്നുള്ള വരാത്തത് പേടിയായതുകൊണ്ട് പുള്ളി അവിടെ ഇരുന്നതായിരുന്നു. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന് അറിയാമായിരുന്നു ഈ വ്യക്തിയെ ഞാൻ തന്നെ ചെന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ അതിന്റെ അടുത്ത് പോയിരുന്ന ബെഞ്ചിൽ പോയിരുന്നു. ഞാൻ വെച്ച്, വിശക്കുന്നുണ്ടോ? 2 ദിവസമായി സിസ്റ്റർ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവിടെ ചായ വിൽക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ തരാൻ പറഞ്ഞ് അങ്ങനെ ആ ചായ മനുഷ്യന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആളതും പെട്ടെന്ന്, നല്ല ചൂടാണെങ്കിൽ വേഗം കുടിക്കണം, ആർത്തിയോട് കുടിക്കണം കണ്ടപ്പോ എനിക്ക് വളരെ സങ്കടം തോന്നി. അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, മരിക്കണോ? പറഞ്ഞ് മരിക്കണം സിസ്റ്റർ, എനിക്ക് ആരുമില്ല ഈ ലോകത്തില്, അതുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മരിക്കണ്ട, ഞാനൊരു കാര്യം പറഞ്ഞ് കേൾക്കാവെന്ന് വെച്ചാൽ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, ഡിവൈൻ മുരിങ്ങൂര് ഡിവൈൻ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഫോണൊന്നും നമുക്കന്ന് നമുക്ക് സ്വന്തമായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഡിവൈനിൽ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരു അച്ഛനെ ഏതെങ്കിലും അച്ഛന്മാരെ കണ്ടിട്ട് പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ ധ്യാനിക്കണം, ഒരു സിസ്റ്റർ പറഞ്ഞു വിട്ടതാന്ന് കൂടെ പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എൻ്റെ 10 പൈസയില്ല സിസ്റ്റർ, ഞാനെങ്ങനെ അവിടെ വരെ എത്തും? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ എനിക്കുള്ള വണ്ടിക്കൂലിക്ക് കോഴിക്കോട് മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ തൃശ്ശൂർ ബസ് അടുത്ത് ചെന്ന് കണ്ടക്ടറോട് പറഞ്ഞു, ഈ ആളെ ഡിവൈൻ്റെ അവിടെ ഇറക്കി വിടണം, പൈസ ഞാൻ തന്നോളാം, ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ആ കണ്ടക്ടറിനോട്, സിസ്റ്റർ എന്തിന്റെ കേടാന്ന് എന്തോ ഒരു വാക്ക് ചോദിച്ചാൽ മതിയില്ല, ആ മനുഷ്യനെ അവിടെ ഒരു ധ്യാനം കൂടാൻ വേണ്ടി വിടാനാ എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ പോയി. ഞാൻ കോഴിക്കോടിന് പോയി. പിന്നെ ഈ ആളെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഓർക്കും, ദൈവമേ, ഈ മനുഷ്യൻ മരിച്ചു പോയോ, ജീവിച്ചിരിപ്പുണ്ടോ, ഡിവൈനിൽ പോയോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നും ഈശോയോട് പറയും, ദൈവത്തോട് പറയാറുണ്ട്, എനിക്ക് ഈ ആളെന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണമെന്ന്. എന്തായാലും ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിവൈനിൽ പോകേണ്ട ഒരു അവസരം കിട്ടി. ഞാനിത് അവിടെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഈ ഡിവൈനിന്റെ മെയിൻ ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റി എന്നെ വല്ലാണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവമേ, എന്താണോ ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്നത്? 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് ഗേറ്റ് കടക്കാൻ വന്നപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് വന്ന് ചോദിച്ചു, സിസ്റ്റർ എന്നെ അറിയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒരു 3-4-5 വർഷം മുൻപ് മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ നിന്ന് പറമ്പിക്കും വഴി. അപ്പൊ അന്ന് ജട പിടിച്ച് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ നിരാശപ്പെട്ടിരുന്ന മനുഷ്യൻ, പക്ഷെ ഇപ്പൊ നല്ല വണ്ണമൊക്കെ വെച്ച് നല്ല മിടുക്കനായിട്ട് ഈ യൂണിഫോം ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നിന്നപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അന്ന് എനിക്ക് ചായ മേടിച്ച് തന്ന് ഡിവൈനിലേക്ക് വിട്ട മാത്യു ആണ് സിസ്റ്ററെ ഞാൻ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞതാണ്, ഞാൻ അന്ന് ഇങ്ങോട്ട് പോന്നു, എനിക്ക് ആദ്യം അതിന് 3-4 ധ്യാനം പനക്കിലച്ചൻ കൂട്ടി, അത് കഴിഞ്ഞ് എന്നെ കിച്ചണിൽ പാത്രം കഴുകാനാക്കി, പതുക്കെ ഞാൻ സെക്യൂരിറ്റി ജോലി ചെയ്യുവാണെന്ന്. അപ്പോ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യം ഇതാണ്, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം ഇങ്ങനെ എൻ്റെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അത് ആ വ്യക്തി ഇന്നും കൂടുതൽ ആത്മീയമായി ജീവിക്കുന്നു എന്ന് എനിക്കൊരു ഉറപ്പ് തരികയായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും എൻ്റെ തമ്പുരാന്റെ സ്നേഹം ഞാൻ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അത്. ഒപ്പം തന്നെ അതോടൊപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ആത്മഹത്യയിൽ നിന്ന് ആദ്യപടി എന്നെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി ഇടപെട്ടപ്പോൾ, ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ പോകുമ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ 54-55 ആത്മഹത്യകൾ ദൈവം എന്നിലൂടെ
രക്ഷപ്പെടുത്താനായിട്ട് ഇടവരുത്തി. അതുപോലെ 100 കാര്യങ്ങൾ എൻ്റെ ദൈവം ആ സ്നേഹം അനുഭവിച്ചാൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് ആകെ ഇപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ്. യെശയ്യാ 62:3 കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ഇതില് ഒരല്പം പോലും എനിക്ക് കുറയ്ക്കാനില്ല. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്നെ അനുവദിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. നമ്മുടെ തോമസ് അച്ഛൻ വന്നിട്ടുണ്ട്, തോമസ് മേൽവട്ടത്തച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛന് തിരക്കുണ്ടെങ്കിൽ സ്ലൈഡ് പ്രസന്റേഷന് മുമ്പായിട്ട് അച്ഛന് ചാൻസ് കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും. നമ്മുടെ സീറോ മലബാർ സഭയുടെ കാറ്റഗിസം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന തോമസ് മേൽവട്ടത്തച്ഛനെ ഏറെ സ്നേഹാദരങ്ങളോടെ ഞങ്ങൾക്ക് ഒരു ആശീർവാദവും മെസ്സേജും നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാമല്ലോ അല്ലേ? യെസ്, കേൾക്കാം. പ്രിയപ്പെട്ട നമ്മുടെ മിസിയോ ടീമിന്റെ കോഴ്സ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണല്ലോ ഇത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാം പ്രത്യേകമായിട്ടുള്ള ദൈവാനുഗ്രഹവും വിശുദ്ധാത്മാ കൃപയും ഇഷ്ടം ചൈതന്യവും ഒക്കെ തമ്പുരാൻ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. ഇതൊരു ദൈവനിയോഗം പോലെ സംഭവിച്ചൊരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ രോമിച്ചേട്ടൻ ഇവിടെ കുർബാന കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് അവസരം കിട്ടി. അങ്ങനെയാണ് ഞങ്ങളെ ഇന്ന് ഈ പരിപാടിയിലോട്ട് എന്നെ ക്ഷണിക്കുകയും ഞാൻ പറഞ്ഞു വൈകുന്നേരം താമസിച്ച് കയറാൻ പറ്റും, ഞങ്ങൾ കുർബാന വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞ് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് അല്പം താമസിച്ചത്. എന്നാലും നമ്മുടെ നിങ്ങളുടെ ഈ വലിയ പ്രവർത്തനത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഞാൻ വിശ്വാസ പരിശീലന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ക്ഷീഭവിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ സഭയുടെ ദൗത്യം ഈ ലോകത്തില് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാറ്റഗറ്റിക്കൽ ലെവൽ എന്നാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പൊ അത് പറയുമ്പോൾ നമ്മുടെ ഡയറക്ടറി ഒക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണ സാന്നിധ്യം എന്നാണ് പറയുക ഈ സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സഭയുടെ ദൗത്യത്തെ നമ്മൾ പങ്കുപറ്റുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, ആ ഒരു സുവിശേഷവൽക്കരണ സാന്നിധ്യത്തിന്റെ ഉപകരണങ്ങളായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയുക സാധിക്കുക എന്നുള്ളതാണല്ലോ. പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന പുസ്തകീയ എക്സോട്ടേഷനിലെ ചക്രീയ ലേഖന പ്രസിദ്ധാവ് നമ്മളോട് ഓർപ്പിക്കുന്നുണ്ട്, എവഞ്ചേലിയും ഗാവതിയും. അതായത് സുവിശേഷവൽക്കരണം സഭയുടെ ഒരു ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ അതിന്റെ ഏജന്റാണ്. അത് ഒരു ഓർഗാനിക് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഹൈറാർക്കി സ്ഥാപനത്തിന് ഉപരിയായിട്ട് ദൈവത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ജനതയാണ് നമ്മൾ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പദം അതാണ്, ദൈവത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ജനതയാണ് നമ്മൾ എന്നുള്ളതാണ്. നമ്മൾ തീർത്ഥാടനങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ദൈവിക നിശ്ചയത്തോടുകൂടി ആകുമ്പോൾ അത് ദൈവിക തീർത്ഥാടനമായിട്ട് മാറും. അപ്പൊ ദൈവത്തിലേക്ക് സുവിശേഷവൽക്കരണ സാന്നിധ്യത്തിന്റെ ഏജന്റുകളായിട്ടുള്ള നമ്മൾ നടത്തുന്ന ഒരു തീർത്ഥാടനം, ദൈവത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ്. അപ്പൊ സഭ ചെയ്യുന്നതല്ല. സഭ എന്തൊക്കെയാ ചെയ്യുന്നത്? ദൈവ വഴിയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുക. അത് സഭ എന്തൊക്കെയാ ചെയ്യുന്നത് പറഞ്ഞാൽ 3 കാര്യങ്ങൾ സഭ. ഒന്ന്, ദൈവ വഴിയിലേക്ക് എത്തിക്കുക. 2, ദൈവിക കൃപയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുക. 3ാമതായിട്ട് പറയുക, ദൈവിക ജീവിതം നയിക്കാനായിട്ട് അവരെ ക്ഷണിക്കുക. ഈ 3 കാര്യങ്ങളാണ് സഭ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ നമ്മളും ചെയ്യേണ്ട 3 ദൗത്യങ്ങൾ സുവിശേഷവൽക്കരണവുമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ദൈവ വഴിയിലേക്ക് മറ്റുള്ളവർക്ക് വഴിയായിട്ടുള്ള ഈശോയിലേക്ക് എത്തിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ കൃപയിലേക്ക് അവരെ ക്ഷണിക്കുക, ദൈവകൃപയിലേക്ക് അവരെ ക്ഷണിക്കുക. പിന്നെ ദൈവിക ജീവൻ നയിക്കാൻ അതുവഴിയായിട്ട് അവർ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സഭ ലോകത്തിന് ഒരു പ്രോത്സാഹന സന്ദേശം കൊടുക്കുന്നവരാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഒരു പ്രോത്സാഹനത്തിന് സന്ദേശമായിരിക്കണം. നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു പുളിമാവായിട്ട് വർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സഭ ദൈവകാരുണ്യത്തിന്റെ വേദിയാണ്. സുവിശേഷത്തിലെ ഈശോയെ കൊടുക്കുക, സുവിശേഷം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവിക കാരുണ്യത്തിന്റെ ഒരു വേദിയായിട്ട് മാറുകയാണ്. നമ്മൾ അവരെ സ്വീകരിച്ച് സ്നേഹിച്ച് അവരോട് ക്ഷമിച്ച് അവരിൽ ഒരുവനായിട്ട് സുവിശേഷം നല്ല ജീവിതത്തിലേക്ക്, സുവിശേഷം മൃഗാന്തരം നല്ല ജീവിതത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു പുളിമാവായിട്ട് വർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. അതായത് ഈ വിശ്വാസ പരിശീലനം നമുക്കറിയാം. നമ്മൾ എക്ലേസിയ എന്ന വാക്കിനെ പറ്റിയിട്ട് ഒത്തിരി നമുക്കറിയാം. നിങ്ങൾ CCCയും UCAT ഒക്കെ പഠിക്കുന്നവരാണല്ലോ, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പൊ അതിനകത്ത് UCATനകത്ത് 123ാമത്തെ നമ്പർ പറയുന്ന ഇപ്രകാരം. എക്ലേസിയ നമുക്കറിയാം, പൊതുവെ പറയുമ്പോൾ വിളിച്ചു കൂട്ടപ്പെട്ട സമൂഹം.
എന്നിട്ട് പറയാണ് മാമോദിസ സ്വീകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ കർത്താവിനാൽ വിളിക്ക് കൂട്ടപ്പെട്ടവരുടെ ആണ്. കർത്താവിനാലാണ് നമ്മൾ വിളിക്ക് കൂട്ടപ്പെട്ടതാകുന്നത്. അപ്പം അതുകൊണ്ട് മാമോദിസ സ്വീകരിച്ചവരാണ് നമ്മൾ, ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ പൗലോസ് നമ്മൾ പറയുന്ന പ്രത്യേക കാര്യമുണ്ട്, കർത്താവാണ് സഭയുടെ ശിരസ്, നമ്മൾ അവിടുത്തെ ശരീരം. എത്ര മനോഹരമായിട്ട് ചിന്തയാണല്ലോ. പിന്നെ പറയാണ് യൂക്കാറ്റ് 122 പറയാണ് സഭ ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ മിഷൻ പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ, കർത്താവിന്റെ പ്രവർത്തി ചെയ്യുമ്പോൾ സഭ സമൂഹത്തെ പണിതുയർത്തുക എന്നുള്ളതാണ്. യൂക്കാറ്റ് 122 പറയാണ് നമ്മെ ഒന്നിച്ച് വീണ്ടെടുക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനി മാത്രം, ശുദ്ധി പറഞ്ഞ ക്രിസ്ത്യാനി മാത്രം വീണ്ടെടുക്കണമെന്നല്ല, നമ്മളെ മുഴുവനും ഒന്നിച്ച് വീണ്ടെടുക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. മനുഷ്യവംശത്തെ മുഴുവൻ തൻ്റെ ജനമാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ വീണ്ടെടുക്കണം, മനുഷ്യവംശത്തെ മുഴുവൻ തൻ്റെ ജനമാക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? സഭയുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ നമുക്കതിനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. സഭയുടെ ശുശ്രൂഷ, സഭയെ വളർത്താനായിട്ട് നമുക്ക് അപ്പം അതുകൊണ്ട് സഭയുടെ ദൗത്യം എന്താണ്? യൂക്കാറ്റ് 123 വീണ്ടും നമ്മളോട് പറയും, ക്രിസ്തുവിനോട് കൂടി തുടങ്ങിയ ദൈവരാജ്യം എല്ലാ ജനതകളിലും മുളച്ചു വളരുവാൻ പരിശ്രമിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം എങ്ങനെയാണല്ലോ, നമ്മൾ ഇങ്ങനെ സ്റ്റോറേജ് ഉള്ള പവർ ബാങ്കായിട്ട് മാറിയിട്ട് അത് കൊടുക്കുക കർത്താവാകുന്ന പവറിനെ. അപ്പം എല്ലാ ജനതകളിലും മുളച്ചിടാനായിട്ട് പരിശ്രമിക്കുക ദൈവരാജ്യം. ഈശോ സഞ്ചരിക്കുന്നിടത്തെല്ലാം സ്വർഗം ഭൂമിയെ സ്പർശിച്ചു. എത്ര മനോഹരമായിട്ടുള്ള ഒരു പദമാണെന്നറിയോ? ഈശോ സഞ്ചരിക്കുന്നിടത്തെല്ലാം സ്വർഗം ഭൂമിയെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ ദൂതുമായിട്ട് പോകുമ്പോൾ അത് സ്വർഗത്തിൻ്റെ ഒരു സ്പർശനമാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുവാന്ത്യം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ല പോകുക, കർത്താവുണ്ട്. സ്വർഗത്തിൻ്റെ സന്ദേശവുമായിട്ട് കർത്താവിൻ്റെ ദൗത്യത്തോടു കൂടി പോകുമ്പോൾ ആ കർത്താവ് നടന്നതുപോലെ സ്വർഗത്തിൻ്റെ സ്പർശനം നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സ്വർഗരാജ്യം സമാധാനത്തിൻ്റെയും നീതിയുടെയും രാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ സമാധാന നീതിയുടെ രാജ്യം ഉദ്ഘാടനം ചെയ്യുക. അതുകൊണ്ട് നമുക്കൊരു അനന്യതയുണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ അനന്യത എന്താ പ്രത്യേകത? നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു പദമാണ് ഈ അനന്യത. ഈശോയുടെ അനന്യത. അത് 12ാം ക്ലാസ്സിലെ ഒരു പുസ്തകത്തിൽ ഒരു പാഠം, പുതിയ പാഠത്തിൽ ഒരു പാഠം തന്നെ അതിനെപ്പറ്റിയുണ്ട്. പക്ഷെ അതിപ്പം പറയുന്നില്ല. പറഞ്ഞിട്ട് നിങ്ങൾ പറയാം, പുസ്തകത്തിനെ കണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അത് പറയാമല്ലോ, ഒരു പാഠം ഈശോയുടെ അനന്യത. നമ്മൾ 12 വരെ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയുടെ അനന്യത എന്താ? ഈശോ എന്താ മറ്റുള്ളവർ വ്യത്യസ്തമാക്കുന്നത്? അപ്പൊ അതുകൊണ്ട് യൂക്കാറ്റ് പറയാണ് ദൈവജനത്തെ നമ്മുടെ അനന്യത എന്താണ്? ദൈവജനത്തെ അനന്യതയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? 125 നമ്പറിൽ ഈ ജനത്തിന് സ്ഥാപകൻ പിതാവായ ദൈവമാണ്. അതായത് ദൈവജനത്തിന് സ്ഥാപകൻ പിതാവായ ദൈവമാണ്. ഇതിന്റെ നേതാവ് ഈശോ മിശിഹായാണ്. ശക്തിയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. ദൈവജനത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി മാമോദീസായാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഇതിന്റെ മഹത്വം. സ്നേഹമാണ് ഇതിന്റെ നിയമം. ഈ ജനം ദൈവത്തോടുള്ള വിശ്വസ്തതയെ നിലനിൽക്കുകയും ദൈവരാജ്യം അന്വേഷിക്കുകയും ചെയ്താൽ ഇത് ലോകത്തെ പരിവർത്തനം ചെയ്യിക്കും. അപ്പം ലോകത്തെ പരിവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അനന്യത, ദൈവത്തെ അനന്യത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ മിസ്സിയോയുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കോഴ്സിലൂടെയൊക്കെ പങ്കെടുത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ഊർജം, ശക്തി, ദൈവികമായ കൃപയിലേക്ക് അവരെ നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന വലിയ ശുശ്രൂഷയാണെന്നുള്ള ഒരു ചിന്ത. അതിനുവേണ്ടി നമ്മൾ ദൈവരാജ്യ ശുശ്രൂഷ കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം. ഞാൻ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നേപ്പാളിലെ കാറ്റഗറ്റിക്കൽ കോൺഗ്രസിന് പറഞ്ഞ് നമ്മുടെ സൗത്ത് ഏഷ്യയുടെ ഒരു മീറ്റിംഗ് പോയായിരുന്നു. നമ്മുടെ സഭയെ പ്രതിനിധിച്ച് ഞങ്ങൾ 3 പേര് പോയി വന്നതാണ്. അപ്പൊ അവർ പറഞ്ഞു വരികയാണ് വിസ്പറിംഗ് ഗോസ്പൽ, സുവിശേഷം മന്ത്രിക്കുക. അതാണ് നമ്മൾ പറയുന്ന കെറിഗ്മ എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഈശോയുടെ സുവിശേഷം ഈശോ കേട്ടിട്ടില്ലാത്തൊരു വിസ്പർ ചെയ്യുന്ന, മന്ത്രിക്കുന്ന ഒരു ശൈലി. അത് നമ്മുടെ ഈശോ നമ്മൾ രൂപപ്പെട്ട് കഴിഞ്ഞാലാണ് അതൊരു കെറിഗ്മാറ്റിക് സ്റ്റൈലിൽ. കാറ്റഗറ്റിക്കൽ ഡയറക്ടറി, പുതിയ കാറ്റഗറി ഡയറക്ടറി ഫോർ കാറ്റഗൈസ് എല്ലാം പറയുന്നത് 2 വിധത്തിലുള്ള കാറ്റഗൈസ്. ഒന്ന് കെറിഗ്മാറ്റിക് കാറ്റഗൈസസ് കൊടുക്കണം, അതുപോലെ തന്നെ അടുത്തത് മിസ്റ്റോളജി കാറ്റഗൈസസ് കൊടുക്കണം. കെറിഗ്മാറ്റിക് കാറ്റഗൈസ് നമ്മൾ പറയുന്നതാണ് ഈശോയെ മന്ത്രിച്ച് ഈശോ കേട്ടില്ലാത്തവരിലേക്ക് അവരെ എത്തിക്കാൻ കാറ്റഗോമിയേറ്റ് മോഡലിലുള്ള ഒരു ശൈലി, വിശ്വാസ പരിശീലനം, സഭയുടെ ശൈലിയാണ് അത്. വിശ്വാസ പരിശീലനവും അങ്ങനെ ഒന്നും പറയാം. എന്നിട്ട് ദൈവിക രഹസ്യങ്ങളിലേക്ക് ഇവരെ ആഴപ്പെടുന്ന നമുക്കറിയാം മിസ്റ്റോളജി എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ ജീവിക്കുന്ന കുദാശകളിലെ ആഴങ്ങളിലേക്ക് ഇവരെത്താനായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്കുണ്ടാകണം. മിസ്റ്റഗോജിയുടെ ടേസ്റ്റും
അതുപോലെ കരിക്മാറ്റിക്കിന്റെ ടേസ്റ്റ് അനുഭവിക്കാത്തവർക്ക് എങ്ങനെ ഈശോ പകർന്നു കൊടുക്കാൻ പറ്റുക? കാരണം നമ്മുടെ ഈശോ ജീവിതത്തിലൂടെയാണ് കർത്താവിനെ നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടത്, അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒന്നാണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിൽ നമ്മൾ എന്നും മുന്നോട്ട് പോകുമ്പോൾ കർത്താവിനെ കൊടുക്കുന്നതിനുള്ള സന്തോഷം, അത് കർത്താവ് നമ്മളെ ഉപകരണങ്ങളാക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട. കാരണം ഈ നൂറ്റാണ്ടിൽ നമുക്ക് വലിയ സഹനങ്ങൾ നമുക്ക് ഉണ്ട്. സഹനങ്ങൾ നമ്മളെ കാത്തിട്ടുണ്ട്. കർത്താവിന് കൊടുത്തോ ഉറപ്പായിട്ട് സഹനമുണ്ട്. ആ സഹനങ്ങൾ ഈശോയുടെ വിശ്വസ്തതയിൽ നിൽക്കാനായിട്ട് നമുക്ക് പ്രചോദനം. കാരണം കർത്താവ് വിളിക്കുമ്പോൾ സഹിക്കാനുള്ള കൃപയും കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് സഹനം ഒരു ദാനമാണെന്നും പരിശുദ്ധാത്മാവാണ് അതിന് കൃപ തരുന്നെന്നും പറയേണ്ടത് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവ് തരുമെന്നും ഈശ്വര വചനത്തിൽ അടിയുറച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിന് നാഥനായി സ്വീകരിച്ച് തമാശയെ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ആ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. പ്രിയപ്പെട്ട, ഞാൻ എന്നോട് പറഞ്ഞ സമയങ്ങളൊക്കെ തീരുകയാണ്. ഗോവിന്ദന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ വരാൻ കിട്ടിയതിൽ വലിയ സന്തോഷം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സഭയെ പടുത്തുയർത്താനായിട്ടുള്ള നമ്മുടെ ശുശ്രൂഷയിൽ ഭാവാക്കളാകാം. ഈശോമിശിഹായിക്ക് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കൂടിക്കോളാം. നിങ്ങളുടെ അവസാനം വരെ ഞാൻ കൂടിക്കോളാം. ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കാം. 9 തീരുമല്ലോ. ഞാൻ അവസാനം വരെ കൂടിക്കോളാം. താങ്ക് യു. താങ്ക് യു അച്ഛ. കാറ്റഗറ്റിക്കൽ കമ്മീഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് അച്ഛൻ തൻ്റെ ഏറെ ബിസി സ്കെഡ്യൂളിനിടയ്ക്ക് നമ്മൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം സുവിശേഷവത്കരണത്തിൻ്റെ തീർത്ഥാടന യാത്രയായ ഈ മിസിയോ പ്രിലിംസ് കോഴ്സിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ്റെ ആശീർവാദത്തോടെ അനുഗ്രഹത്തോടെ നമ്മൾ ആരംഭിക്കാൻ സാധിച്ചതിന് ദൈവത്തിനും തോമസ് അച്ഛനും ഏറെ മിസിയോ കുടുംബത്തിൻ്റെ പേരിൽ ഏറെ സ്നേഹാദരവുകളോടെ നന്ദി പറയുന്നു. ദൈവസ്നേഹ പ്രവാഹത്തിലൂടെ അനേകം വ്യക്തികളുടെയും ജീവനെയും ആത്മാക്കളെയും രക്ഷിക്കുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ദൈവം പേര് ചൊല്ലി വിളിച്ച സിസ്റ്റർ മേഴ്സീന തൻ്റെ ജീവിതാനുഭവം നമ്മളുമായി ഷെയർ വെച്ചതിന് ദൈവനാമത്തിൽ ഏറെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സ്ലൈഡ് പ്രസന്റേഷനാണ്. ഇത് ചെയ്യുന്നതിനായി റിസോഴ്സ് ടീമിന്റെ അവിഭാജ്യ ഘടകമായ വൈമേലിൽ തോമസ് ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിറിൽ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സിസ്റ്റർ മെസ്സിനായിലൂടെയും അതുപോലെ ജെസ്സി ചേച്ചിയിലൂടെയും ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുകയായിരുന്നു. തുടർന്ന് തോമസ് അച്ഛൻ സുവിശേഷവൽക്കരണത്തെ കുറിച്ചും പറഞ്ഞു. അത് നമുക്ക് ഇന്നൊരു പ്രചോദനമാണ്. കാരണം നമ്മൾ ആ ഒരു ദൗത്യത്തിലാണ് നമ്മൾ ഈ പ്രിലിംസ് തുടങ്ങിയിരിക്കുന്നത്. അച്ഛന്റെ ആശീർവാദത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൈവസ്നേഹത്തെ കുറിച്ച് കുറച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ ഒന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം സ്നേഹമാണ്. കാരണം ദൈവത്തിന് നമ്മെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ഒരു പുതിയൊരു വാക്ക് നമ്മൾ കേൾക്കുകയാണ്. ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്നവരിൽ ഏറിയ പങ്കും വിവാഹം എന്ന കുദാശ സ്വീകരിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ വിവാഹ ആശീർവാദം ദേവാലയത്തിൽ നടന്നപ്പോ ഭാര്യയും ഭർത്താവും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് വിവാഹം എന്ന കുദാശ സ്വീകരിച്ചുകൊണ്ട് അവിടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ വിവാഹ ദിനത്തിന് വിവാഹം ആശീർവദിച്ച അച്ഛൻ നൽകിയ സന്ദേശത്തില് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കുടുംബം എന്ന് പറയുന്നത് അടുപ്പുകല്ല് പോലെയാണ്. നമുക്കറിയാം, അടുപ്പുകല്ലിന് 3 കല്ലുകളാണ്. ഒന്ന് ഭാര്യയാകുന്ന കല്ല്, 2 ഭർത്താവാകുന്ന കല്ല്, 3ാമത് ദൈവമാകുന്ന കല്ല്. ഇതിലൊരു കല്ല് നഷ്ടപ്പെട്ടാല് നമുക്കതില് നന്നായിട്ട് പാത്രം വെക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതുപോലെയാണ് ദൈവ കുടുംബം എന്ന ഒരു കുടുംബം എന്ന് അച്ഛൻ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇതാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ദൈവ കുടുംബമായിട്ട് ദൈവം നൽകുന്ന ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒരു ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ
നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? മലാക്കിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹം. ഇവിടെ മലാക്കിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവസ്നേഹത്തെ ആരും സംശയിക്കരുത്. ദൈവം നിരന്തരമായി നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ പലപ്പോഴും നമുക്കത് മനസ്സിലാകാതെ പോകുന്നുണ്ട്. ഇത് പരസ്പരം നമ്മുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ നമ്മൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല. അതുപോലെ ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെ തിരിച്ച് മക്കള് മാതാപിതാക്കളോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്നേഹമാണ്. ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ മനസ്സിലാക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയില് ദൈവം എന്നെ മനസ്സിലാക്കുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാല്, എന്റെ ഇന്നലകളെ ദൈവം നന്നായി അറിയുന്നു, എന്റെ ഇന്നുകളെ ദൈവം അറിയുന്നു, എന്റെ നാളെയും ദൈവത്തിന്റെ മുന്നിൽ അനാവൃതമാണ്. നമ്മളെ പൂർണ്ണമായിട്ടും ദൈവം അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തില് താമസിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ ഏദൻ തോട്ടത്തില് അനേകം ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തോട്ടത്തിന്റെ നടുവില് 2 വൃക്ഷങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തില്. ഒന്ന് ജീവന്റെ വൃക്ഷവും 2 നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷവും. ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങള് എല്ലാ വൃക്ഷങ്ങളെയും ഫലം ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലെ നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ ആ ദിവസം മരിക്കും. എന്നാൽ തുടർന്ന് സാത്താന്റെ പ്രലോഭനത്തിൽപ്പെട്ട് ആദ്യ മാതാപിതാക്കള് നന്മ തിന്മകളെ കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയും പാപത്തിലേക്ക് കൂപ്പുകുത്തുകയും സാത്താന്റെ അടിമയായി തീരുന്നതും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് നല്ലവനായ ദൈവം മനുഷ്യൻ പാപത്തിന് അടിമയായി എന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും കൈനീട്ടി നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടെ ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവിടെയും ഒരു ദൈവത്തിന്റെ സ്നേഹം, ഒരു കരുതലുള്ള സ്നേഹം നമ്മളെ അവിടെ കാണുകയാണ്. കാരണം അവിടെ അവരെ നിലനിർത്തുകയാണെങ്കിൽ അവർ ജീവന്റെ വൃക്ഷത്തിലെ ഫലവും ഭക്ഷിച്ച് നിത്യനാശത്തിലെ പിശാചിന് തുല്യമായി തീരുന്നു. പിന്നെ അവരെ രക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ദൈവം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നു. തുടർന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹാഗാറിനെ വ്യക്തിപരമായി അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ദൈവത്തെ. ഹാഗാർ ആരായിരുന്നു? സാറായിയുടെ ഈജിപ്തുകാരി ദാസിയായിരുന്നു. സാറായിക്ക് മക്കളില്ലാതെ വന്നപ്പോൾ ഹാഗാറിനെ അബ്രഹാത്തിന് ഭാര്യയായി സാറ നൽകുന്നു. അങ്ങനെ അബ്രഹാത്തിൽ നിന്ന് ഹാഗാർ ഗർഭിണിയായി. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹാഗാർ സാറായിയെ നിന്ദയോടെ പെരുമാറുവാൻ തുടങ്ങുന്നു. ഇതിൽ മനം നൊന്ത് സാറ വളരെ ക്രൂരമായിട്ട് ഹാഗാറിനെ പീഡിപ്പിക്കുന്നു. അങ്ങനെ ഹാഗാറിന്റെ സാറായിയുടെ പീഡനം സഹിക്കവയ്യാതെ ഹാഗാർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആ ഓടിപ്പോകുന്ന ഹാഗാറിനെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടുന്ന് ഒരു ദൂതനെ അയച്ച് അവളോട് ചോദിക്കുന്നു, സാറായിയുടെ ദാസിയെ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഹാഗാറിനെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവം അവളെ വീണ്ടും തിരിച്ച് സാറായിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. നീ നിന്റെ യജമാനത്തിയുടെ കീഴ്പ്പെട്ട് ജീവിക്കുക. കൂടാതെ അവിടെ നിന്ന് അവൾക്കൊരു വലിയൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. എണ്ണിയാൽ തീരാത്തത്ര ജനതയെ നിന്നിൽ നിന്ന് ഞാൻ ഉത്ഭവിപ്പിക്കുമെന്ന്. അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വീണ്ടും കാണുന്നു. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 45-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം. ഇവിടെ പൂർവ്വ ജോസഫിനെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ജോസഫ് സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ട് ജോസഫിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറിൽ എറിയുകയും അവിടെ നിന്നെടുത്ത് മിദ്യാൻകാർക്ക് വിൽക്കുകയും മിദ്യാൻകാർ ഈജിപ്തിലെ ഫറവോയുടെ സൈന്യാധിപനായ പോത്തിഫറിനെ വിൽക്കുകയും ചെയ്യുന്നു. പോത്തിഫറിന്റെ വീട്ടില് കാര്യസ്ഥനായി നിൽക്കുന്ന ജോസഫ്, അവിടെ ജോസഫ് കാണാൻ സുമുഖനും ആരോഗ്യമുള്ളവനാണെന്ന് കണ്ട് പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നുകയും
അവനെ തന്റെ കൂടെ ശയിക്കുവാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവ സ്നേഹത്തെ പ്രതി ജോസഫ് അത് നിരസിക്കുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യ അവനെ കള്ളക്കേസിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജയിലിൽ അടയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു. അവിടെ വെച്ച് ഫറവോയ്ക്ക് ഒരു സ്വപ്നമുണ്ടാകുകയും ഈ ജോസഫ് ആ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അങ്ങനെ ജോസഫിനെ ഫറവോയുടെ അടുക്കിലേക്ക് ആനയിക്കുകയും ഫറവോ ഈജിപ്തിന്റെ അധിപതിയായി തീരുന്നതും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നോക്കുക പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ജീവിതത്തില് നിരവധിയായ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവം ചേർത്ത് പിടിച്ച ആ ഒരു ദൈവസ്നേഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ജോസഫിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ഒത്തിരി സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച ആ ദൈവസ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് 5 കുട്ടികളെയാണ് ദൈവം നൽകിയത്. ഇതിൽ 3 കുട്ടികൾ വിദേശത്താണ് ജനിച്ചത്. മൂന്നാമത്തെ കുട്ടിക്ക് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് 4മതൊരു കുഞ്ഞിനെ ദൈവം നൽകിയത്. ഈ 4മത്തെ കുഞ്ഞിന് എൻ്റെ ഭാര്യ പ്രിൻസി ഉദരത്തിൽ വഹിച്ചപ്പോൾ അവൾക്ക് ആ സമയത്ത് നന്നായി ഷുഗർ ഉണ്ടായിരുന്നു. ഇൻസുലിനും ടാബ്ലറ്റും എടുക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഞങ്ങള് ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ടെസ്റ്റുകളെല്ലാം നടത്തി. ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തില് HbA1c ടെസ്റ്റ് നടത്തുവാനായിട്ട് പറഞ്ഞു. നമുക്കറിയാം ഷുഗറിന്റെ 3 മാസത്തെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അത് നടത്തിയപ്പോൾ നോർമൽ കേസിൽ 6 ആണ് നോർമൽ വരേണ്ടത്. എന്നാൽ പ്രിൻസിയുടെ അത് 8.5 ആയിരുന്നു. അപ്പൊ ഗൈനക്കോളജി ഡോക്ടേഴ്സ് 2 പേരുണ്ടായിരുന്നു. അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപകടകരമാണ്. കാരണം കുഞ്ഞിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവന്റെ ഇന്റേണൽ ഓർഗൻസ് കംപ്ലൈന്റ് ആകാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക ഈ കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ വേണമെന്ന് ശക്തമായി ആ ഡോക്ടറിന്റെ മുന്നിൽ ആവശ്യപ്പെട്ടു. ഈ കുഞ്ഞിന് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞിന് പലവിധ സ്കാനിങ്ങുകളും മാസങ്ങളിൽ നടന്നു. ഇവനെ സ്കാൻ ചെയ്യണ സമയത്തെല്ലാം ഈ കുഞ്ഞ് മുഖം കാണിക്കാതെ കമന്നാണ് കിടന്നിരുന്നത്. അപ്പോ മുഖം കാണാത്തത് കൊണ്ട് ഡോക്ടർമാർക്ക് വീണ്ടും ടെൻഷനായി. ഡോക്ടർമാർ വീണ്ടും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ചിലപ്പോൾ മുറിച്ചുകൊണ്ടോടുകൂടി ആയിരിക്കും ജനിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇനിയും സമയം വൈകിട്ടില്ല, ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെയും ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം, എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതിനെ സ്വീകരിക്കും എന്ന് ഡോക്ടർമാരോട് ശക്തമായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത തിരുനാളിന്റെ അന്ന് യാതൊരു കുറവുകളും ഇല്ലാതെ ഒരു കൊച്ചു സുന്ദരി കുഞ്ഞിനെ ഞങ്ങളുടെ കൈകളിലേക്ക് ദൈവം വെച്ചു തന്നു. അതുകൊണ്ടാണ് യെശയ്യാ 20:20 പറയുന്നത്, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ മറഞ്ഞിരിക്കുകയില്ല. നമ്മുടെ കഷ്ടതകളിലും സഹനങ്ങളിലും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് അതിലൂടെ ലഭിക്കുകയാണ്. വീണ്ടും പുറപ്പാട് പുസ്തകത്തില് മോശയെ നന്നായി അറിയുന്ന ദൈവം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാനായി മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ മോശ അവിടെ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ വാക്ചാതുര്യം ഇല്ലാത്തവനാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് നന്നായി സംസാരിക്കാൻ പോലും അറിയില്ല, ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ അവരത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മോശയെ ഒത്തിരി കഴിവുകൾ കൊടുത്ത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവുകൾ കൊടുത്ത് മോശയെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വീണ്ടും മോശ ഈജിപ്തുകാരുടെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ സീനായി മലയിലേക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ മോശ വളരെ പിടിവാശിയോടുകൂടെ ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഇസ്രായേൽ ജനം ഈ ലോകത്തെ മറ്റേത് ജനതയേക്കാൾ മഹത്തരമായ ജനതയായിരിക്കും എന്ന് പറയുന്നുണ്ട്. നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് വാശി പിടിക്കുന്ന ഒരു മോശയെ കാണാം. ആ സമയത്താണ് മോശയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. നോക്കുക പ്രിയപ്പെട്ടവരെ, എത്രയോ സ്നേഹത്തോടു കൂടെയാണ് മോശയെ ദൈവം നയിച്ചത്.
വീണ്ടും ഇസ്രായേൽ ജനത്തിന്റെ യാത്ര നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മരുഭൂമിയിലൂടെ യാത്രയിൽ കൊടും ചൂടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആ ചൂട് സഹിക്കാൻ വയ്യാതാകുമ്പോൾ അവർക്ക് മേഘസ്തംഭത്തില് ദൈവം സ്നേഹം നൽകുന്നു. പിന്നെ രാത്രിയില് അഗ്നിസ്തംഭത്തിൽ നിന്ന് അഗ്നിസ്തംഭമായി കടന്നു വന്ന് അവരെ സംരക്ഷിക്കുന്നു. വീണ്ടും മരുഭൂമിയിൽ അവര് ജലം കിട്ടാതെ ദാഹിച്ച് തളർന്ന് മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ പാറയിൽ നിന്ന് ജലം കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം. വീണ്ടും അവർക്ക് വിശന്നപ്പോൾ കാടപ്പക്ഷിയും മന്നയും സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത നല്ലൊരു ദൈവത്തെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ പുറപ്പാട് 16:35 വായിക്കുകയാണ്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏകദേശം പുരുഷന്മാരും കുട്ടികളും ഇല്ലാതെ 6 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും ഇല്ലാതെ ഏകദേശം 6 ലക്ഷത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റൊരു ജനതയും കൂടെ അവരുടെ കൂടെ പുറപ്പെട്ടു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നോക്ക്, അവരെ 40 വർഷത്തേക്ക് അവിടെ നിന്ന് മന്ന കൊടുത്ത് കടപ്പക്ഷിയും കൊടുത്ത് അവരെ പോറ്റി വളർത്തിയ ഒരു ദൈവസ്നേഹം. വീണ്ടും മോശയുടെ പിൻഗാമിയായിട്ട് ജോഷുവ കടന്നു വരുന്നു. ജോഷുവയ്ക്ക് 2 ദൗത്യങ്ങളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. ഒന്ന്, ഈ കാനാൻ ദേശം കൈവശപ്പെടുത്തിയിരിക്കുന്നത് കാനാന്യർ, ഹിത്യർ, അമോര്യർ, ജബൂസ്യർ തുടങ്ങിയ ജനവിഭാഗങ്ങളാണ്. അവരെ തോൽപ്പിച്ച് ഈ കാനാൻ ദേശം കൈവശപ്പെടുത്തണം. രണ്ടാമത്, ഈ കാനാൻ ദേശം നമ്മുടെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. ഇങ്ങനെ ശ്രമകരമായ 2 ദൗത്യങ്ങളാണ് ജോഷുവയെ കർത്താവ് ഏൽപ്പിക്കുന്നത്. അവിടെ ജോഷുവയെ ദൗത്യം ഏൽപ്പിക്കുന്നതോടൊപ്പം ജോഷുവയ്ക്ക് അവിടെ നിന്ന് വാഗ്ദാനം കൊടുക്കുന്നു, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നോക്കുക, ജോഷുവയെ ശക്തിപ്പെടുത്തുന്ന ദൈവസ്നേഹം. വീണ്ടും സങ്കീർത്തനം 139 നമ്മൾ വായിക്കുന്നു, എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്ന അല്ലെങ്കിൽ കാണുന്ന ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഞാനും നിങ്ങളുമൊക്കെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവിടെ നിന്ന് നമ്മളെ കണ്ടു. എത്രയോ മുൻകൂട്ടി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. വീണ്ടും യെശയ്യാ 49:16 പറയുന്നു, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ പുതിയ സെൻസസ് പ്രകാരം 800 കോടി ജനങ്ങള് ഈ ലോകത്തുണ്ട് എന്നാണ്. അവരുടെ എല്ലാം തമ്പ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഈ വചനവുമായി കൂട്ടി നമുക്ക് അതിനെ ചിന്തിക്കാൻ സാധിക്കും. തന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്താൻ തക്ക വിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവം. വീണ്ടും ജെറമ്യാ 29:11, നമ്മൾ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ട് നമ്മളെ അനാഥരായി വിടുകയോ നമ്മളെ ക്ലേശത്തിന് വിട്ടുകൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. കർത്താവ് നല്ലൊരു പദ്ധതി ഒരുക്കുന്ന സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജെറമ്യാ 29:11 നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ള ഒരു വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ഒരു വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണെങ്കിലും ധ്യാനിച്ചാലും നമുക്ക് പലപ്പോഴും സംശയങ്ങൾ കടന്നു വരാം. ഞാൻ ഈ വചനത്തെ ധ്യാനിക്കുമ്പോ 1 സാമുവേൽ 15:29 കൂടി ധ്യാനിക്കും. കാരണം ഇസ്രായേലിന്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടെ നിന്ന് മനുഷ്യനല്ല. ഒരിക്കലും ദൈവം കള്ളം പറയില്ല. കർത്താവ് പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്. അപ്പൊ നമുക്ക് വേണ്ടി നല്ലൊരു പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവസ്നേഹം. വീണ്ടും യോനായുടെ പുസ്തകത്തില് അനുകമ്പയുള്ള ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. നിനിവേ നഗരത്തില് ഏകദേശം 1,00,000-ൽ പരം ആളുകള് പാപത്തിൽ മുഴുകി ജീവിച്ചപ്പോ യോനായെ നിനിവയിലേക്ക് അയക്കുന്നുണ്ട്. നീ അവിടെ ചെന്ന് പറയുക, 40 ദിവസങ്ങൾക്കുള്ളിൽ നിനിവെ നശിപ്പിക്കപ്പെടും, നിങ്ങൾ അനുതപിക്കുക എന്ന്. അവിടെ അവർ അനുതപിച്ചു. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ അവിടെ നിന്ന് ദൈവം പിൻവലിക്കുന്നു. അനുകമ്പയുള്ള ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത് അറിയാമായിരുന്ന യോന അതുകൊണ്ടാണ് താർഷീഷിലേക്ക് ഓടിപ്പോയത്. അവിടെ നിന്ന്
യോന കർത്താവിനോട് കോപത്തോട് പറയുന്ന ഒരു ഭാഗമാണത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ടാണ് താർഷീഷിലേക്ക് ഓടിപ്പോവാൻ. യോനായിക്ക് ആ ജനത്തെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ അനുകമ്പയുള്ള ദൈവം അവരെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ജെറമ്യ 31:3 അനന്തവും അചഞ്ചലവുമായ സ്നേഹം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ഒരിക്കലും ഭേദിക്കപ്പെടാത്ത തരത്തില് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. വീണ്ടും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ജെറമ്യായിലൂടെ കാണുന്നു. ജെറമ്യ ചോദിക്കുന്നുണ്ട്, കർത്താവ് ജെറമ്യായിലൂടെ ചോദിക്കും, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139 പറയുന്നത്, ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്, പ്രഭാതത്തിന്റെ ചിറക് വിരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തേക്ക് പോയാൽ അവിടെയും അവിടത്തെ കരം എന്നെ നയിക്കുമെന്ന് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ നമ്മളെ വ്യക്തിപരമായിട്ട് എല്ലായിടത്തും കണ്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും യെശയ്യായുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിലൂടെ ദൈവസ്നേഹത്തെ നമുക്ക് പറഞ്ഞു തരുന്നു. അമ്മയെ പോലെ നമ്മെ അറിയുന്ന, സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് യെശയ്യാ 49:15 പറയുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല അമ്മമാരും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മക്കളെ ഉപേക്ഷിക്കാറുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതിനർത്ഥം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് അധികമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്? ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി. കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് വിദേശത്തായിരുന്നപ്പോഴാണ് 3 കുട്ടികളെ ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഭാര്യ മാതാവ് ഉണ്ടാവും, ഹസ്ബൻഡിന്റെ അമ്മയുണ്ടാവും, മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ അവരായിരിക്കും. അപ്പന് വലിയ റോളൊന്നും ഉണ്ടാവില്ല. എന്നാൽ അവിടെ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ 3 കുഞ്ഞുങ്ങളെയും വളർത്തുവാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ ഞാൻ അതിന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഇത്ര സ്നേഹത്തോടു കൂടെയാണ് മക്കളെ എടുത്ത് താലോലിച്ചുകൊണ്ട് വളർത്തിയതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നതും വളർത്തുന്നത്. അതുകൊണ്ടാണ് ഹോസിയായിലൂടെ ദൈവം പറഞ്ഞു വെക്കുന്നത്, ഞാൻ അവരെ എന്റെ കരങ്ങളിലെടുത്തു. നമ്മൾ മക്കളെ കരങ്ങളിലെടുത്ത് സ്നേഹിക്കുന്നത് പോലെ തന്നെ അവൻ നമ്മളെ കരങ്ങളിലെടുത്ത് പിടിക്കുന്നു. യെശയ്യാ 40:11 പറയുന്നുണ്ട്, അവിടെ നാട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് കരങ്ങളിൽ എടുത്തുകൊണ്ട് മാറോട് ചാണിച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു എന്ന്. നോക്കുക, നമുക്കറിയാം, ഇടയൻ കുഞ്ഞാടുകളെ തോളിലേറ്റിക്കൊണ്ട് തള്ളയാടുകളെ നയിക്കുന്നത്. അതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നു. വീണ്ടും നമുക്കറിയാം, നമ്മുടെ മക്കളെല്ലാം സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നവരെ കൈപിടിച്ച് നടത്തി നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഹോസിയായിലൂടെ 11:3 പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. അതുപോലെ യെശയ്യാ 30:21, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നടന്നുകൊണ്ട് ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മളെ സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഈ തിരുവചനങ്ങളിലൂടെ ഒക്കെ കാണുകയാണ്. വീണ്ടും ഹോസിയ 11:4 പറയുന്നു, ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകി. ഈ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുവാനായിട്ട് എത്രത്തോളം താല്പര്യത്തോടെയാണ് ആ കുഞ്ഞുങ്ങളുടെ മുന്നിലായിരിക്കുക. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് നമ്മൾ താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. അവരോട് അവരുടെ ലാംഗ്വേജില് അവരോട് നമ്മൾ സംസാരിക്കുന്നു. അവരെ പുറത്തുള്ള പക്ഷി മൃഗാദികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അവസ്ഥ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ അവിടെ നിന്ന് പറയുന്നു, ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്ന ഒരു ചോദ്യമാണ്, ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയോ
അതോ പാപികളെയാണോ? അതോ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയോ? അല്ലെങ്കിൽ ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ഇതിനുള്ള ഉത്തരമാണ് ഇത്. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ദൈവം. നാം പാപിയാണോ, നമ്മൾ നന്മ ചെയ്യുന്നവനാണോ, നമ്മൾ തിന്മ ചെയ്യുന്നവനാണോ എന്ന് നോക്കാതെ, നമ്മൾ പണക്കാരനാണോ ദരിദ്രനാണോ ഒന്നും നോക്കാതെ, നമ്മുടെ കുലമോ ജാതിയോ നോക്കാതെ ദൈവം നമ്മളെ യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടുകൂടെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലെ 3:23 നമ്മൾ കിട്ടിയിട്ടുള്ള ഒരു വചനമാണ്, കർത്താവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം തന്നുകൊണ്ട് അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു, യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തിന്റെ സന്ദേശമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, എല്ലാവരും സഹോദരർ, ഭൂമി പൊതുഭവനം. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കള് ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും ഒരേ സഹോദര തുല്യത്തില് നമ്മളായിരിക്കണം. ഈ ഭൂമി നമ്മുടെ പൊതുഭവനമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് അവിടെ നൽകുന്ന അതേ അളവിൽ നമ്മളൊന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് ആയാൽ, നമ്മുടെ ജീവിതത്തില് ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം നേടിയാലും അതൊന്നും ഇതിന് പകരമാകില്ല. നമ്മുടെ ബാങ്ക് ബാലൻസ് കോടികൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ ലോകത്തെല്ലാം ഒത്തിരി വസ്തുവകകൾ ഉണ്ടെങ്കിൽ, നമുക്ക് സമൂഹത്തില് ഉയർന്ന ഒരു ഉദ്യോഗവും സമൂഹത്തില് ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പകരമാകില്ല ഈ ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ജ്വലനം. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു സ്നേഹം, ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ഈ ഒരാഴ്ച പരിശ്രമിക്കാം. ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും ഈ ഒരു കുഴലിലൂടെ ഒഴുകുന്ന വെള്ളത്തോട് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, അതിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഈ കുഴലിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിനൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്നേഹം ഇങ്ങോട്ട് വരില്ല, അതല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഈ ഒരാഴ്ച ഈ അപരിമയമായ ദൈവത്തിന്റെ സ്നേഹം, ഈ നിലയ്ക്കാത്ത സ്നേഹം എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെ ആ ഒരു ഇത് കണ്ടെത്തിക്കൊണ്ട് ഈ ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ മനോഹരവും ലളിതവുമായി വ്യവസ്ഥകളില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ഉയരവും അനന്തതയും തിരുവചനങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തന്ന തോമസ് ഏട്ടന് ഏറെ നന്ദി. അടുത്തതായി വൈൻഡപ്പ് സെഷനാണ്. വൈൻഡപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സ്നേഹബഹുമാനപ്പെട്ട ആലിസൂട്ടി ആന്റിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മ്യൂട്ടാണേ, മ്യൂട്ട് മാറ്റണേ. ആലിശേജി മ്യൂട്ട് മാറ്റണേ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലെന്ന് പറയുകയായിരുന്നു. ബാജുവിനെയൊക്കെ കണ്ടുകിട്ടോ, പലരെയും പരിചയമുള്ള മുഖങ്ങൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം എളിമയുടെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ടോണിക്ക് പ്രത്യേകം നന്ദി. നമ്മള് ഇന്ന് ജെസ്സിയിലൂടെയും സിസ്റ്റർ മേഴ്സിനയുടെ ഷെയറിങ്ങിലൂടെയും താമസിലൂടെയും ഒക്കെ നമ്മള് ഒരു കാര്യമാണ് കണ്ടത്. കഴിഞ്ഞ ആഴ്ചത്തെ നിങ്ങളുടെയൊക്കെ ഷെയറിങ് കണ്ടപ്പം എനിക്ക് മനസ്സിലായി, ഇത് മുഴുവനും ബേസിക് ഗോസ്പൽ മെസ്സേജ് മുഴുവനും നിങ്ങൾക്ക് കിട്ടിയെന്നും നിങ്ങളെല്ലാവരും ഇനി ഒന്നും എടുക്കേണ്ടാത്ത വിധത്തിൽ പഠിച്ചു കഴിഞ്ഞെന്നൊക്കെ എനിക്ക് തോന്നിയത്. ഞാൻ ഓർക്കായിരുന്നു പണ്ട് കാർഡിനൽ ശിവനൻസ് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ ആദ്യം ഏൽപ്പിക്കപ്പെട്ടിരുന്ന മെത്രാനിച്ചാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേ, കത്തോലിക്ക സഭയിൽ മാമോദീസ മുങ്ങി സാക്രമെന്റലൈസ്ഡ് ആയിട്ടുള്ള കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ മാമോദീസ രജിസ്റ്റർ പേരുള്ളവരെല്ലാം കത്തോലിക്കരാ, ധാരാളം പേരുണ്ട്. പക്ഷെ അവരുടെ ഇടയിൽ ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് കുറവാണെന്ന്. അതുപോലെ സഭയ്ക്ക് പുറമെ കുറെ ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ പക്ഷേ സാക്രമെന്റലൈസ്ഡ് ബാപ്റ്റൈസ്ഡ് കാത്തലിക്സ് ആയിട്ടില്ല.
ഇത് രണ്ടിലും പെടാത്ത കുറെ പേരും ഉണ്ടെന്ന്. നമ്മള് ഭൂരിപക്ഷം പേരും ഈ മാമോദീസ മുങ്ങി സഭയിൽ അംഗങ്ങളായിട്ടുള്ളവരാ. നമുക്ക് ഈ ഒരു ഇപ്പം നമ്മൾ ഈ ഒരു ദിവസങ്ങളിലൂടെ, ഈ ഒരു 10 ദിവസങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബേസിക് ഗോസ്പൽ മെസ്സേജ് നമുക്ക് പറഞ്ഞു തരിക. എന്തിനാണെന്നറിയാം? നമ്മുടെ ഒരു പ്രത്യുത്തരം. അപ്പൊ ഞാനിപ്പോ പറയുന്നത്, ഇന്ന് നമ്മൾ കേട്ടത് അവരെല്ലാരും പറഞ്ഞതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവം നമ്മളെ എല്ലാരെയും സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമായതുകൊണ്ടും സ്നേഹത്തിന്റെ പൂർണ്ണതയായതുകൊണ്ട് പൂർണ്ണതയ്ക്ക് കുറയാനും കൂടാനും പറ്റുകയല്ലോ. തോമസ് അവസാനം നമ്മളോട് ചോദിച്ചു, ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ആരെയാണാവോ കൂടുതൽ സ്നേഹിക്കുന്നത്? കടല് ആർക്കാ കൂടുതൽ വെള്ളം കൊടുക്കുക? വലിയ പാത്രം കൊണ്ട് ചെന്നെടുത്തോണ്ട് അത് കൊണ്ടുവരാം. അല്ലാണ്ട് കടലിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണതയായതുകൊണ്ട് അതിന് കുറയാനും കൂടാനും ഒന്നും പറ്റിയല്ല. ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന വിധം ദൈവത്തിന്റെ സർവശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും പറഞ്ഞ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഈ സ്നേഹം നമ്മളെല്ലാവരും നല്ലോണം അനുഭവിച്ച് പരസ്പരം പങ്കുവെച്ച് ദൈവ കുടുംബമായി, ദൈവരാജ്യമായി, ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും ഇവിടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്നും തോമസ് പറഞ്ഞു നിർത്തിയ ഫ്രത്തേലി തൂത്തിയ അല്ലേ? സകലരും സഹോദരർ, എർത്ത് ഈസ് അവർ കോമൺ ഹോം. ഭൂമി നമ്മുടെ പൊതുഭവനം. ഇവിടെ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളില് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളോടെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യുത്തരം ഉണ്ടാകണം. നമുക്ക് പ്രത്യുത്തരിക്കാൻ പലപ്പോഴും സമയം കിട്ടാത്തത് കൊണ്ട് അനുഭവത്തിലേക്ക് വരാനും നമുക്ക് പറ്റിയിട്ടില്ല. സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന്. അപ്പം നമ്മള് സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനാകണമെങ്കിൽ നമ്മുടെ സഹകരണം വേണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം. അപ്പൊ ഈ ഒരാഴ്ചയില് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ നമ്മളോട് പറഞ്ഞു. ദൈവം നമ്മളെ എല്ലാം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും ഇതെല്ലാവരുമായി സമൃദ്ധമായിട്ട് പങ്കുവെച്ച് പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞല്ലോ, ഏതായാലും അച്ഛന്റെ സാന്നിധ്യം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ ഇല്ലേ? അതായത് ഈശോയുടെ സാന്നിധ്യം ശരിക്കും സ്വർഗം ഭൂമിയെ ആശ്ലേഷിക്കുന്ന, സ്പർശിക്കുന്ന അനുഭവമാണെന്ന് അച്ഛൻ പറഞ്ഞത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതായത് യോഹന്നാൻ പറയുന്ന വേറൊരു കാര്യമുണ്ടല്ലോ, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. ഈശോ പറഞ്ഞ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പൊ നമ്മളെ കാണുന്നവര് അച്ഛനെ നല്ലോണം വിശദീകരിച്ചു. ഏതായാലും അച്ഛൻ നന്ദി. നമ്മളെ കാണുന്നവരെ ശരിക്കും ഈശോയെ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കണം. അപ്പം ദൈവം ഇങ്ങനെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സ്നേഹം നമ്മളെല്ലാവരും നല്ലോണം അനുഭവിച്ചിട്ട് നമ്മളിലൂടെ ഇത് കവിഞ്ഞൊഴുകി നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഇങ്ങനെ സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന, ദൈവം മനുഷ്യരെ സ്പർശിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞതും തമ്പുരാൻ പറയുന്നതും ഈ ആഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിലൊരു കാര്യം നിങ്ങളോട് പറയും. ഈ ആഴ്ച നമുക്ക് ചെയ്യാനാകുന്ന ഒരു കാര്യം, പിന്നെ പല കാര്യങ്ങളുണ്ട്. പതുക്കെ ഈ ഒരു 10 ആഴ്ചയിലൂടെ നമ്മളെ ഒരു ഇവാഞ്ചലൈസ് ചെയ്യാൻ, അതായത് നമ്മള് സാക്രമെന്റലൈസ്ഡ് ആണ്, പക്ഷെ ഇവാഞ്ചലൈസ്ഡ് ആകാൻ സഹായിക്കുന്ന കാര്യങ്ങളാ. അത് നമ്മുടെ പ്രത്യുത്തരമാണ് അതിലേക്ക് നമ്മളെ എത്തിക്കുക. അപ്പം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് നമ്മിലൂടെ അതെല്ലാവരിലേക്കും ഒഴുകണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഇവരൊക്കെ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി. ജെറമ്യാ പറയുന്നുണ്ട്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നാശത്തിലുള്ള ക്ഷേമത്തിനുള്ളതെന്നാണ് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. പൗലോസ് പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാനായി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ഇത് നമ്മിലൂടെ എല്ലാവരിലേക്ക് എത്തണമെന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ദൈവത്തിന്റെ സ്നേഹം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക. പറയുന്ന വാചകമൊക്കെ ഉണ്ട്. ഇത് നമ്മളെല്ലാവരും മാമോദിസമുങ്ങിയവരായതുകൊണ്ട് ഇപ്പൊ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യം പഴയ നിയമത്തിലൂടെ ഇങ്ങനെ പിടിച്ചു നിർത്തുവേ. ഞാൻ പറയുകയാണ്,
നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇങ്ങനെ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇത് നമ്മിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കണമെന്ന്. ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ഉണ്ട്. നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കണക്ഷൻ പോലെയാ. നമുക്കറിയാമല്ലോ, ഒരു ഫ്യൂസ് കത്തിപ്പോയാല് ബ്ലാക്ക് ഔട്ട് ആകും കംപ്ലീറ്റ്. ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിലേക്ക് ഒരു ഒഴുക്ക് നമ്മളങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ മുകളിൽ നിന്നുള്ള ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് അങ്ങ് ബ്ലോക്ക്ഡായി പോകും. ഈ ആഴ്ച നമുക്ക് ചെയ്യാവുന്ന പിന്നെ ഈ ഒരു ദിവസങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം നമ്മുടേതാകാൻ തുടക്കത്തിൽ സഹായിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. നമുക്ക് ഈ ഒരാഴ്ചയില് ഈശോ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതൊക്കെ കിട്ടുമെന്നില്ല, കിട്ടിക്കഴിഞ്ഞതാണെന്ന് വിശ്വസിക്കുക. എന്താ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്കെതിരായി എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ബലിവസ്തുവോടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ട് വരാൻ പറഞ്ഞു. ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ദൈവസന്നിധിയില് ആ ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ നടക്കണമെങ്കിൽ ആദ്യമേ ഈ ഒരു ബ്ലോക്ക് മാറ്റണം. ഈ ഒരാഴ്ച നമുക്കൊരു കാര്യം ചെയ്യാം. പലതും സബ് ഗ്രൂപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും. എന്നാലും ഞാൻ പ്രധാനമായിട്ടും സംയുക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വിഷമമുള്ള ആരെല്ലാം ഉണ്ട്, ദൈവത്തോടൊപ്പം ഉണ്ടായത് നമുക്ക് കേട്ടോ. എന്നെ ദൈവം ഇത്തരത്തിൽ സൃഷ്ടിച്ചു വെച്ചതിന്, ഈ കുടുംബത്തിൽ സൃഷ്ടിച്ചു വെച്ചതിന്, ഈ പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചു വെച്ചതിന്, എന്റെ നിറമോ എന്ത് പലതും ആകാം. പലതിനും നമുക്ക് ദൈവത്തോട് പരാതി ഉണ്ടാകാം, മാതാപിതാക്കളോടുണ്ടാകാം, സഹോദരങ്ങളോട്, കുടുംബത്തോട്, ചുറ്റുപാടുകളോട്, ഈ ആര്യത്തിനോട്, വേദപാഠം പഠിപ്പിച്ചവരോട്, ടീച്ചേഴ്സിനോട്, അയാൾക്ക് ഒത്തിരി പേരോട്. അതൊക്കെ ഈ ഒരാഴ്ച എടുത്തിട്ട് ഒരു കടലാസോ ബുക്കോ വല്ലതും എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുള്ളവരുടെ എല്ലാം പേരെഴുതുക. പേരെഴുതുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റെഴുതി കൊടുക്കാൻ വേണ്ടിയല്ല. ഇത് എഴുതുമ്പോൾ ദൈവമേ അങ്ങയുടെ സ്നേഹം എന്നിലൂടെ ഇയാളിലേക്ക് ഒഴുകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അതുപോലെ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്ന പക്ഷം, അപ്പൊ ആരെങ്കിലും നമ്മളെ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവരുടെ പേരുകൾ വന്ന് എഴുതാം. ഒരു കൊച്ചു ഹോംവർക്ക്, പക്ഷെ ഇത് വളരെ സഹായകമാകും. എന്നിട്ട് വേറെ പല കാര്യങ്ങൾ ഈ ഒരാഴ്ച നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എത്രമാത്രം സഹകരിക്കുന്നോ അത്രയും നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് ബേസിക് ഗോസ്പൽ മെസ്സേജിന്റെ ഇനീഷ്യൽ പ്രൊക്ലമേഷൻ, വിശ്വാസത്തിൽ ജനിക്കാൻ വേണ്ടി, അതായത് സുവിശേഷ സന്ദേശത്തിന്റെ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണമാണ്. എന്തിനു വേണ്ടിയാ? അച്ഛൻ പറഞ്ഞല്ലോ കാറ്റഗിസത്തിന്റെ കാര്യം. കാറ്റഗിസം ജനിച്ചവരെ വളർത്താനുള്ളതാ, പക്ഷെ ജനിച്ചിട്ട് വേണ്ടേ വളരാൻ. അപ്പൊ നമുക്ക് ഈ വിശ്വാസത്തിൽ ഒന്ന് വീണ്ടും ജനിക്കാൻ, നിക്കാദേമോസിനോട് ഈശോ പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിക്കണമെന്ന് കുറെ പഠിച്ചെന്ന് പറഞ്ഞാൽ പോരാ, ആ വീണ്ടും ജനനത്തിലേക്ക് വരാൻ നമുക്കൊരു തുടക്കമായിട്ട് ഇങ്ങനെ ഒരു എക്സർസൈസ് ചെയ്തുകൊണ്ട്, അപ്പം ദൈവം നമ്മെ പഴയ നിയമം മുഴുവൻ അവരെല്ലാവരും 3 പേരും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി ഒത്തിരി സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ നമുക്ക് ബ്ലോക്കുകളൊക്കെ ഒന്ന് തുറന്നു കൊടുക്കാം. ആ സ്നേഹം ഒന്ന് പൊട്ടി ഒഴുകട്ടെ. ഒഴുകി വന്നിട്ട് എല്ലാവരിലേക്കും അങ്ങനെ ഒഴുകി ചെല്ലുന്ന വഴി ഈ ആഴ്ചയില് ആ സ്നേഹ അനുഭവത്തിന്റെ ഒരു ശരിക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ ഏതായാലും നമുക്ക് എല്ലാവർക്കും, ഞാൻ ഇന്നലെ മെന്റേഴ്സ് മീറ്റിംഗ് ഗ്രൂപ്പിൽ കൂടെ പറഞ്ഞു, ശരിക്കും ഇത് എന്തൊരു വലിയ അവസരമില്ലേ. ലോകം മുഴുവനും ഗ്ലോബലാ, ഇന്റർനാഷണലാ, ഭൂലോകത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള മനുഷ്യര് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. പ്രത്തേലി തൂത്തി എന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഒത്തിരി കറക്റ്റാ. ലോകം മുഴുവനും ദൈവത്തിന്റെ കുടുംബമാണ്. നമ്മളെല്ലാരും പരസ്പരം സഹോദരരാണ്. നമുക്കെല്ലാം ഉള്ളത്. പണ്ടൊരു ധനികനായ മനുഷ്യൻ പോയി ഈശോടൊക്കെ ചോദിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ, നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞില്ലേ ഒരു കാര്യം കുറവുണ്ട്. അപ്പോൾ ദുഃഖിച്ചു പോയി. നമ്മൾ ആരും ദുഃഖിച്ചു പോകാനല്ല, ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി കഴിഞ്ഞിട്ടേ നമ്മൾ എന്തെല്ലാം പഠിച്ചാലും അനുഭവമാകാത്ത, അതായത് ശരിക്കും ആ ഒരു ഭൂമിയെ സ്പർശിക്കുന്ന അനുഭവം നമ്മുടെ സാന്നിധ്യത്തിലൂടെ വരാതെ ശരിക്ക് ഈ ലോകത്തിലെ സഭയിലൂടെ, സഭയുടെ അംഗങ്ങളായ നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അന്ന് നമ്മളെ തന്നെ ഒരുക്കാൻ ശ്രമിക്കുക. ഈ ഒരു കൊച്ചു കാര്യം നമ്മുടെ പ്രത്യുത്തരമായിട്ട്
എല്ലാ ദിവസങ്ങളിലും നമുക്ക് പ്രത്യുത്തരം ഓരോന്നുണ്ടാകുമേ. ആദ്യത്തെ പ്രത്യുത്തരം ക്ഷമിക്കാനുള്ളവരെയും ക്ഷമ ചോദിക്കാനുള്ളവരെയും ഒക്കെ ഒന്ന് പേര് എഴുതുക മാത്രമല്ല, അവരോടൊന്ന് ബന്ധപ്പെടാൻ ഫോൺ ചെയ്യുകയോ കണ്ടുമുട്ടുകയോ എന്നിട്ട് അവരോട് വല്ലതൊക്കെ പങ്കുവെക്കുകയോ ഒക്കെ പതുക്കെ ഒന്ന് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങാം. പിന്നെ അവരെ പറ്റി നല്ലത് വിചാരിക്കുകയും നല്ലത് പറയുകയും ചെയ്യാം, അവർക്ക് നന്മ ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ശത്രുക്കളെ സ്നേഹിക്കാനൊക്കെ നമുക്ക് സാധിക്കുക. അതിനുള്ള തുടക്കമാകട്ടെ ഈ ഒരാഴ്ച എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, ഏതായാലും മേൽപോട്ട് അച്ഛൻ നമ്മളൂടെ ഉള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. താങ്ക് യു വെരി മച്ച്. ദാറ്റ് ഈസ് ഗ്രേറ്റ് ആൻഡ് വി ആർ റിയലി ബ്ലെസ്ഡ്. അപ്പൊ എല്ലാവർക്കും നല്ല ഒരാഴ്ച, ദൈവസ്നേഹ അനുഭവത്തിന്റെ ആഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കയ്യിലാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. നമ്മളത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മളിലേക്ക് ദൈവസ്നേഹത്തിന്റെ ഒഴുക്ക് എന്ന് മറക്കാതിരിക്കാം. ആമേൻ. സ്വതസിദ്ധമായ പുഞ്ചിരിയും ദൈവസ്നേഹം നിറഞ്ഞൊഴുകുന്ന വാക്കുകളാലും നമ്മിലേക്ക് ദൈവസ്നേഹം പകർന്നു തന്ന നമ്മളുടെ സ്വന്തം ആലിസൂട്ടി ആന്റിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റ്സ് ആണ്. ഇതുവരെയും ഏതെങ്കിലും സബ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കാത്തവർ അമേരിക്കയിൽ നിന്നുള്ളവർ സിമി റോബിനെ 678-852-5451 എന്ന നമ്പറിലും 678-852-5451 എന്ന നമ്പറിലും, ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യത്തിൽ നിന്നോ ഉള്ളവർ ക്ലീറ്റസ് പോൾ ചേട്ടനെ 903-7201-651 903-7201-651 എന്ന നമ്പറിലും അറിയിക്കുക. ഈ നമ്പറുകൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കുവാൻ നമ്മൾക്ക് കഴിയും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഓൺലൈനിൽ നടത്തുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ കെരിഗ്മ കോഴ്സ് മെയ് 8 മുതൽ 13 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള ഒരു കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061-954-230 9061-954-230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മെയ് മാസം 15 മുതൽ 20 വരെ രാവിലെ 9:30 മുതൽ 5:30 വരെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് സ്കൂളിൽ വെച്ച് മിസിയോ ടീം നയിക്കുന്ന ഫുൾ മിസിയോ കോഴ്സ് കെരിഗ്മ കോഴ്സ് നടത്തപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. ആ പ്രദേശങ്ങളിലുള്ളവരെ ഇത് അറിയിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ മിസിയോ കോഴ്സിന്റെ തുടർച്ചയായി ആലിസാൻഡിയുടെ നേതൃത്വത്തിലുള്ള മിസിയോ ടീം മെയ് മാസം 24, 25, 26 തീയതികളിൽ ലോഗോസ് റിട്രീറ്റ് സെന്ററിൽ വെച്ച് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമായി ഒരു ക്ലാസുകൾ നൽകുന്നു. താല്പര്യമുള്ളവർ പങ്കെടുക്കുവാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുമല്ലോ. കുടുംബമായോ വ്യക്തിപരമായോ വരാവുന്നതാണ്. ചിക്കാഗോ രൂപതയുടെ മാർ ജോയി ആലപ്പാട്ട് പിതാവ് ഇന്ന് തിരക്കുകൾ മൂലം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാലും നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. തോമസ് മേൽവട്ടത്തച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛനെ അവസാന ആശീർവാദത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ നമ്മുടെ ഈ മിശിഹായുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയ്ക്ക് കൊടുക്കാൻ ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബുദ്ധിയെ പരിശുദ്ധാത്മാവിനെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും നമ്മളോട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതഗന്ധിയായിട്ട് മാറ്റാനുള്ള കൃപ തരണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശ്രയിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും വിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.